അളിയ എമ്പുരാൻ കണ്ട ഇല്ലേ? പോയി കാണണ്ടേ? ലാലേട്ടന്റെ സിനിമയല്ലേ? ഇഷ്ടാണോ ലാലേട്ടൻ? ഇഷ്ടം മോഹൻലാലിന് ഇഷ്ടമാണോ? ഏത് പടാ കണ്ടിട്ടുള്ളേ? ഞാന് മറ്റേ ഉണ്ണിമുഖം തന്നെ. അതിന്റെ ഒരു സിനിമയില് ഞാൻ അത് കണ്ടിട്ടുണ്ട്. പിന്നെ കിലുക്കം, പഴയ കിലുക്കം മറ്റേ ഈ പാട്ടരിയിലെ പാട്ടായി ആ പാട്ടിലെ മണിച്ചിത്രതാഴാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മറ്റേ ഭരതനാട്യം കുറച്ച് ഭരതനാട്യം പഠിക്കണേ. ഈ അഭിനയൊക്കെ എങ്ങനെയാ പഠിക്കണേ? അത് കണ്ട് കിട്ടും. പയ്യെ കണ്ട് ആൾക്കാരെ കണ്ട് അവരെങ്ങനെ ചെയ്യണ് അത് കണ്ട് കിട്ടും. അധികമൊക്കെ അഭിനയിക്കാൻ കുറച്ചൊക്കെ നമ്മൾ അഭിനയിച്ചിട്ടുള്ളൂ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ. അപ്പം ഇതൊക്കെ എങ്ങനെ പഠിക്കണ? ഒരു സാധനം ചെയ്യാൻ പറയുമ്പോ എങ്ങനെ ചെയ്യും? ഉള്ളിൽ നിന്ന് എന്താ ഇപ്പൊ തോന്നുന്നത്? അത് ഡയറക്ടർ പറഞ്ഞു തരണ്ട്. അത് എങ്ങനെയാ വരണ്ട്, എങ്ങനെ ചെയ്യണ്ട, അത് പറഞ്ഞു വരുമ്പോ അത് കിട്ടും. ചെറുതായിട്ട് കിട്ടും. പിന്നെ 2 ടേക്ക് വരുമ്പോ ആ സാധനം ഫുള്ളി കിട്ടും. പക്ഷെ ക്ലോസും വൈഡും ഒക്കെ മാറ്റി വെക്കുമല്ലോ. ക്യാമറ പുറകിലേക്ക് വെച്ചിട്ട് ചെയ്യാൻ പറയും, ചിലപ്പോ ക്ലോസ് എടുത്തിട്ട് ചെയ്യാൻ പറയും. അപ്പോഴൊക്കെ വ്യത്യാസമൊക്കെ അറിയാവോ? അപ്പൊ നമ്മള് എക്സ്പ്രഷൻസ് ഒക്കെ ചിലപ്പം ചിലതൊക്കെ കൊടുക്കാൻ പറയും. അങ്ങനെയൊക്കെ പറയുമ്പോ കൊടുക്കുവോ? പേടിക്കാൻ പറയുമ്പോ വിളിക്കാൻ പറഞ്ഞാ വിളിക്കും. അപ്പൊ കുറച്ചുകൂടെ ലൗഡാക്കാൻ പറയുമല്ലേ? അപ്പൊ കുറച്ചുകൂടെ ലൗഡാക്കി വിളിക്കും. അങ്ങനെയാണോ? ഡബിംഗ് ഒക്കെ ചെയ്തപ്പോ എന്തായിരുന്നു ഡബിംഗ്? ഞാൻ ചെയ്യുന്ന സാധനം ഞാൻ തന്നെയാണ് ഡബിംഗ് ചെയ്യുന്നത്. അതാണ് അപ്പൊ ഞാൻ ചോദിക്കണത്. അപ്പൊ എങ്ങനെയാണ് ഡബ് ചെയ്തത്? ഡബ് ചെയ്തപ്പോ എനിക്ക് ഫസ്റ്റ് ടൈം ഡബ് ചെയ്തപ്പോ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായി. പിന്നെ ഓക്കെ ഡബിംഗ് ഒക്കെ കിട്ടി. ഇപ്പൊ ഞാൻ കുറെ ഡബിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എക്സ്പീരിയൻസ് ആയി. ഇനി വേണമെങ്കിൽ ഈസി ആയിട്ട് പോയി ചെയ്യും അല്ലെ? അപ്പൊ ലിപ്പൊക്കെ സിങ്ക് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതൊക്കെ സിമ്പിൾ ആണ് അല്ലേ? എന്താ ചെറുതിലേ നമ്മളൊക്കെ ഈ വലുതായതിനു ശേഷം ഡ്രൈവിംഗ് പഠിക്കാൻ ശ്രമിക്കുന്നതിന്റെതാണ്. ഇവർക്കൊക്കെ അതൊരു ഈസി ആയിരിക്കും അല്ലേ? ഞങ്ങൾക്കൊക്കെ ചെറുതായപ്പോ സൈക്കിൾ അതൊക്കെ ഓടിക്കുമ്പോ ഈസി ആയിട്ട് ഈസി ആയിട്ട് അതാണ് ആ പോയിന്റ് വരെ. ഞങ്ങളെല്ലാരും ഇപ്പൊ 8 വയസ്സാവട്ടെ 9 വയസ്സാവട്ടെ ആ ടൈമിൽ തന്നെ ഞങ്ങള് ഡ്രൈവിംഗ് പഠിക്കും. നമുക്ക് ഒരു സൈക്കിൾ കിട്ടിയ എത്ര പ്രായം കഴിഞ്ഞിട്ടാണെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഈ സിനിമയിലേക്ക് വന്നതുകൊണ്ട് പെട്ടെന്ന് ചെറുതായിരിക്കുമ്പോഴും ഇതൊക്കെ ഈസി ആയിട്ട് തോന്നും അല്ലേ? ഞാനൊക്കെ ഡബ് ചെയ്യാൻ പോയിട്ട് വിഷമിച്ചു. അപ്പൊ കുറെ ഫസ്റ്റ് ടൈം എനിക്ക് മനസ്സിലായില്ല ഡബിങ് എങ്ങനെ ചെയ്യണ, എന്താ ആവാൻ പോണേ. അത് ഫസ്റ്റ് ഞാനൊരു വേറെ പുറത്താണ് ഉണ്ടാവുള്ളത്. ആ റൂമിന്റെ അകത്ത് പോകുമ്പോ എന്താ ചെയ്യേണ്ടത് അത് കിട്ടില്ല. പിന്നെ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഡബിങ് ചെയ്ത് കഴിഞ്ഞപ്പോ കിട്ടോണ്ടിരിക്കുന്നു. നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. സിനിമ തന്നെ കുറച്ചുകൂടെ ഇപ്പൊ സെറ്റിൽ ആയിട്ടുള്ള അഭിനയമാണ് ഉള്ളത്. അപ്പൊ നമ്മള് എത്ര ചെയ്യണമെന്നുള്ള ഡയറക്ടർ തീരുമാനിക്കുമ്പോഴും നമ്മുടെ ഉള്ളില് നമ്മൾ ചെയ്യുന്നത് തന്നെ ശരിയാണോ എന്നുള്ളൊരു പേടിയുണ്ടോ? അതെങ്ങനെയാ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ എത്ര എക്സ്പ്രഷൻ കൊടുക്കണം? പ്രത്യേകിച്ച് ഇത് ഇത്തരം സിനിമകളിലൊക്കെ കുറച്ചുകൂടെ നമ്മൾ കണ്ടിരിക്കുന്ന പല സിനിമകളിലും പല എക്സ്പ്രഷൻസും കിടപ്പുണ്ടാവും. പേടി കൂടിക്കഴിഞ്ഞാൽ പോയി, പഴയ സിനിമ ഓൾഡ് സിനിമയായി പോവും. അതെങ്ങനെ നിങ്ങൾ ഡയറക്ടറെ തന്നെ വിശ്വസിച്ച് ചെയ്യായിരുന്നോ? അതെ, തീർച്ചയായിട്ടും. ഞാൻ ആദ്യം മിഥുൻ ചേട്ടന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഓവർ ആക്ട് ചെയ്യുകയാണെങ്കിൽ പറഞ്ഞോളൂ എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മിഥുൻ പറഞ്ഞു, ഇല്ല നീ ധൈര്യമായിട്ട് ചെയ്തോ, ഞാൻ പറഞ്ഞോളാം, എന്നെ തെറ്റ് വരുമ്പോ ഞാൻ പറഞ്ഞോളാം, ഇല്ല നമുക്ക് ഒരു ഡേ കൂടെ പോയാൽ പോരെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കെ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നാലും 2-3 ടേക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചെയ്തപ്പോ കുറച്ചൊരു ഓവറായിരുന്നു. അത് കട്ട് ചെയ്ത് പിന്നെയും എടുത്തു. അത്രേ കുഴപ്പമുള്ളൂ. പിന്നെ ചെയ്തപ്പോ മനസ്സിലായി ഇത്രേ പേടിക്കേണ്ടുള്ളൂ. കാരണം ഞാൻ മുന്നേ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പം അതിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റാ തിയേറ്റർ ആൻഡ് സിനിമ. നമ്മൾ ഇതില് എന്താ എന്ന് ചോദിക്കേണ്ടത് അതില് എന്താ എന്ന് ചോദിക്കണം. ആ ഒരു ഡിഫറൻസ് ഉണ്ടാവല്ലോ. വർക്ക്ഷോപ്പ് പോലെ നടത്താം. നിങ്ങൾ വിചാരിക്കും പോലെ അല്ല, വേറെ വലിയ കൂലികളാ. അറ്റത്തിരിക്കുന്ന 2 പുലികളാണ്. ശരിക്കും ക്ലോസ് ഷോട്ട്സിലേക്കൊക്കെ വരുമ്പോ നമ്മൾ ഇപ്പോഴത്തെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഭയങ്കര സെറ്റിലാണ്.
നമ്മുടെ ഉള്ളില് ശരിക്കും നമ്മൾ ഇടുന്ന എക്സ്പ്രഷൻ ആയിരിക്കില്ല ക്യാമറയിൽ വരിക. അത് ഡയറക്ടർക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിലും നമ്മൾ ആൾക്കാരെ മെനക്കെടുത്തരുമല്ലോ. അപ്പൊ നമുക്കും ഒരു ജഡ്ജ്മെന്റ് എങ്ങനെയാ കിട്ടുക, അത് കറക്റ്റ്? എന്റെ പേഴ്സണലി ഞാൻ പറയട്ടെ, എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. ഞാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ പലരും പറയും ആക്ടിങ് കോഴ്സ് എടുക്കണം, അങ്ങനെ ഇതൊക്കെ എടുക്കണം. പക്ഷെ ഞാൻ ചെയ്യുന്ന ഡെയിലി കണ്ണാടിയിൽ പറഞ്ഞ പോലെ ഒരു സിനിമ നമ്മൾ പോയി കാണുകയാണെങ്കിൽ ആ സാധനം ഞാനായിരുന്നെങ്കിൽ ഞാൻ അതെങ്ങനെ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ കുറെ വേരിയേഷൻസ് അതിൽ തന്നെ ചെയ്യും. ഇപ്പൊ കണ്ണാടി ഇല്ലാണ്ട് നമ്മൾ ഒരു സീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഫേഷ്യൽ ചേഞ്ചസ് എങ്ങനെയാ വരുന്നതെന്ന് അറിയാൻ പറ്റില്ല നമുക്ക്. കാണിച്ചോ പ്ലീസ്. അല്ല ചുമ്മാ നമ്മൾ ഇപ്പൊ ഒരു സിനിമ ആണെങ്കിൽ ആ സിനിമയില് പറഞ്ഞ പോലെ ഡയലോഗ്സ് ഒക്കെ. ഇപ്പൊ കാളി എന്ന് പറഞ്ഞ ഒരു സിനിമയുടെ ടീസർ ലോഞ്ച് ഒക്കെ വന്നായിരുന്നു, ഒരു പ്രൊമോ. അടവ് പഠിപ്പിച്ച് നിരവധിയാണ് തമ്പുരാനെ. നായ്ക്കളുടെ പടയിൽ ആൺബലം ഇനിയും ഉണ്ടെങ്കിൽ കൽപ്പിച്ചോളൂ, 10 കൊന്നോ 100 കൊന്നോ, തിരുമലക്കോട്ടയുടെ കാവടം വരെ ഞാൻ എന്തിനെത്തിയോ അതും കൊണ്ടേ മടങ്ങൂ, വാഴുന്ന മണ്ണിനും മടങ്ങുന്ന ദൈവത്തിനും കാളിയൻ കൊടുത്ത വാക്കാണത്, ഞാൻ കാളിയൻ. അപ്പൊ ഈ സാധനം പൃഥ്വിരാജ് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ആ സിനിമയ്ക്ക് ഇറങ്ങണം എന്ന് ആഗ്രഹമുള്ള സാധനമായിരുന്നു. അതൊന്ന് കണ്ട പടം ഞാൻ നേരെ പോയി കണ്ണാടി പോയിട്ട് ഞാൻ ഒരു ഷോളൊക്കെ എടുത്തിട്ട് കോമഡി അത് കാര്യങ്ങളൊക്കെ കണ്ടു ചേർന്നു. പക്ഷെ അങ്ങനെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു കുറെ കാര്യങ്ങൾ ഞാൻ എന്തായിരിക്കും ചെയ്യണേന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും ഞാൻ ഷൂട്ട് കഴിയുകയാണെങ്കിൽ ഞാൻ നോക്കില്ല, വീഡിയോ നോക്കൂല. ഇൻ കേസ് എനിക്ക് അത്ര ഡൗട്ടൊക്കെ വരികയാണെങ്കിൽ മാത്രമേ ഞാൻ പോയി നിൽക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ എന്നിലൊരു വിശ്വാസം ഞാൻ ഏൽപ്പിക്കും. പിന്നെ മോശമാണെങ്കിൽ മോശമാവട്ടെ, സിനിമയിൽ എത്രത്തോളം ചെയ്യാലോ പഠിക്കാലോ ഇഷ്ടമുള്ള കാര്യമല്ലേ. ഈ എക്സ്പ്രഷൻ കണ്ണാടി നോക്കി എക്സ്പ്രഷൻ ഇടുമ്പോ കരച്ചിലൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഇടാൻ പറ്റുന്നത്. അത് പ്രേമ നൈരാശ്യം ഓർത്താൽ മതി. അതെ, അല്ല റിയൽ ലൈഫിൽ കുറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ട് കുറെ ആക്ടിങ് വീഡിയോസ് കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് ഞാൻ കുറെ അങ്ങനെ ചെയ്യാറുണ്ട്, സോഷ്യൽ മീഡിയ ഇടാറുണ്ട്. അതുകൊണ്ട് കുറെ സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ച് റിലേറ്റബിൾ ആയതുകൊണ്ട് കുറച്ച് സിമ്പിൾ ആയി പിടിക്കാൻ. പക്ഷെ എന്നാലും അത് ക്ലോസ് ഫ്രെയിമിൽ വരുമ്പോൾ എത്രത്തോളം വലിയ സ്ക്രീനിലല്ലേ വരിക, അത് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയസ് കൊണ്ട് ആദ്യമായിട്ടും പോകും. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കെ ആവും, ചിലപ്പോൾ ഡയറക്ടർക്ക് ആവില്ല, ഡയറക്ടർക്ക് ഓക്കെ ആവുന്ന എനിക്ക് ഓക്കെ ആവില്ല. അങ്ങനെ ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് വീണ്ടും എടുത്തു, അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അല്ല, ഈ ആളുടെ ഒരു കേസിൽ ഞാൻ പറയാം, മലയാളം ഇതിൽ ഇൻഫ്ലുവൻസേഴ്സ് ക്രിയേറ്റേഴ്സിൽ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ ആണ്. ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള സാധനങ്ങൾ റിലേറ്റബിൾ ആയിട്ട് ഓൺ വോയിസിൽ ചെയ്യുന്ന പരിപാടിയാണ്. ഓൺ വോയിസും ചെയ്യും, അല്ലാണ്ടും ചെയ്യും. അത് പക്ഷെ വീഡിയോയിലുപരി പുള്ളി ആ ഡയറക്ഷനിലും ഗ്രേഡിങ്ങിലും വിഷ്വൽ പരിപാടികളും പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ചെറിയ സ്പേസിൽ ചെറിയ മിനിറ്റിൽ ചെയ്യാം. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ ഒരാളാണ്. നമുക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അഭിനയിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് ക്യാമറ എടുത്ത് അതൊക്കെ ചെറിയ കഴിവാണ്. അതെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഒരു പ്രാക്ടീസ് ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിനകത്ത്. എങ്കിലും നമുക്ക് ഈ ക്യാമറയിൽ വരുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് കാണിക്കാൻ പറ്റണമെന്നില്ല, എങ്കിലും നമുക്കൊരു ശ്രമം നടത്താൻ പറ്റുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങനെ എക്സസൈസ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരു കാര്യം പറഞ്ഞപ്പോ നാളെ ഷൂട്ട് ഉണ്ട് എങ്കിൽ അതിന്റെ കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അല്ല, ഞാൻ കോൺഷ്യസ് അയ്യോ നാളെ ഞാൻ പോയിട്ട് ഇനി അവിടെ പോയിട്ട് ഓവർ ആക്ട് ചെയ്തിട്ട് ചളാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെയല്ലേ മോശം, നമ്മളെ ആൾക്കും അറിയില്ല ഇത്ര ആൾക്കാരെ മുന്നിൽ. അപ്പൊ എന്തായാലും എല്ലാരെ പോലെ തന്നെ ഞാനും ഈ പറഞ്ഞ പോലെ കണ്ണാടിന്റെ മുന്നിൽ പോയിട്ട് കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ട്. ഈ ഇബനീസർ ശരിക്കും ഹൊറർ ത്രില്ലർ ആയതുകൊണ്ട് നമ്മൾ കാണണം എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. അതല്ലാതെ എന്ത് സ്പെഷ്യാലിറ്റി ആണ് ഇതിനകത്ത് ശരിക്കുള്ളത്? ടെക്നിക്കൽ ടീംസിന്റെ എന്തെങ്കിലും ഇത് ബൂസ്റ്റ് ചെയ്യാനുണ്ടോ? ഇല്ലെങ്കിൽ ഈ പുതുതലമുറ ആയതുകൊണ്ട് ഇത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകൾ അധികം സോക്കോൾഡ് ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇത് കാണണമെന്നാണ് സൂരജൊക്കെ പറയുന്നത്? ഞങ്ങളുടെ അഭിനയങ്ങൾ കാണാൻ ഒരു ടിപ്പിക്കൽ പ്രേതപടത്തുനിന്ന് കുറച്ച് ഡിഫറെന്റ് ആയിട്ടായിരിക്കും എബനൈസർ ഉണ്ടാവുക. മലയാളത്തിൽ ഒരു ടിപ്പിക്കൽ എല്ലാവർക്കും ഒരു ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജോണറാണ് ഹൊറർ എന്ന് പറയുന്നത്. എങ്ങനത്തെ ഒരു സിനിമയാണെങ്കിലും അതെന്താ സംഭവം, ഒരു എക്സൈറ്റിംഗ് ക്യൂരിയോസിറ്റി ഒരു ഫാക്ടറാണ് അതിന്റെ. പിന്നെ അതുപോലെ തന്നെ
ഒരു പുതിയ വരുന്ന ആർട്ടിസ്റ്റ് ആണെങ്കിലും ക്രൂ ആണെങ്കിലും അവർക്ക് കിട്ടിയിരിക്കുന്ന ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഒരു ഔട്ട്പുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ കൊണ്ട് അവർക്ക് നല്ലൊരു പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ നല്ലൊരു വേറെ ബാനറിൽ ഈ പറഞ്ഞ പോലെ കിട്ടുകയാണെങ്കിൽ അവർക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും, കഴിവുള്ള പിള്ളേരാണോ എന്നുള്ളൊരു ജഡ്ജ്മെന്റ് കൊടുക്കാൻ നിങ്ങളൊന്ന് കണ്ടുനോക്കിയാൽ നന്നായിരിക്കും. കാരണം ഇതില് ചില ഭാഗങ്ങൾ ഫ്ലോസ് ഉണ്ടാവും, ചില ഭാഗങ്ങൾ ചിലപ്പോൾ നല്ലതായിരിക്കും. എന്നിരുന്നാൽ പോലും പറയാൻ പറ്റില്ല. ഇപ്പൊ അഭിനയിക്കുന്നവരിലാണെങ്കിൽ പോലും ഇത് കണ്ട് ചിലപ്പോ ഇതിലൊരു ആർട്ടിസ്റ്റിന് അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അത് ഈ സിനിമയുടെ വിജയം. എനിക്കൊന്നും എന്തല്ല, ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയാൽ നമുക്ക് സന്തോഷമല്ലായിരുന്നു. തീർച്ചയായിട്ടും. നമ്മുടെ ഒരു പടത്തിൽ ഞാനിപ്പോ ഒന്ന് പറഞ്ഞില്ല, ഇങ്ങനെ വേറൊരു പടത്തിൽ അഭിനയിച്ച നായിക, അതുപോലെ നമുക്ക് നമ്മുടെ സക്സസ് വേറെ ആളുടെ സക്സസ് ഒക്കെ നമുക്ക് വലിയ മനസ്സിലായി. അതെ. ഈ റീൽസ് നമ്മള് ക്ലിക്ക് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾക്ക് നിരന്തരമായി ചെയ്യാൻ തോന്നിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്ന ഒരു പോയിന്റിലേക്ക് എത്തുന്നത് ഒരു പാടാണ്. എവിടെ മുതലാ ശരിക്കും അത് ഓർമ്മയുണ്ടോ? ഏത് കണ്ടന്റ് മുതലാണ് ശരിക്കും നമ്മള്? പണ്ട് ഞാൻ ഏകദേശം എന്റെ ഒരു ഫ്രണ്ട് ഡാൻസർ ഉണ്ട്, ബി ബോയ്സ് എന്ന പേര്. പുള്ളി ഞാൻ ഒരുമിച്ചാണ് വീഡിയോസ് ഒക്കെ ചെയ്തത്. ഫേസ്ബുക്കിൽ ആ സമയത്ത് വെറൈറ്റി മീഡിയ തോന്നുന്നു, ആ പേജിൽ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ലോങ് വീഡിയോസ്, ഇപ്പൊ പാണ്ടിപ്പട അതുപോലെ ഫണ്ണി ഫിലിംസിന് ഞങ്ങള് ഡബ് സ്മാഷ് ലെങ്ത് ഷോട്ടൊക്കെ ചെയ്യും. അതൊക്കെ അതിൽ റീച്ച് ആയി പോകും. അങ്ങനെ പതുക്കെ പതുക്കെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നു. അങ്ങനെ അതിനോട് ടിക്ടോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അത് പിന്നെ പോയാലും പിന്നെ ഇൻസ്റ്റാഗ്രാമിലോട്ട് വന്നു. പിന്നെ സ്വന്തമായിട്ട് ഞാൻ വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ഓൺ വോയിസ്. അത് പിന്നെ കുറെ പേർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് ആൾക്കാർ ഇഷ്ടപ്പെട്ടത്. ഷെയർ ചെയ്യുമ്പോ റിലേറ്റബിൾ എന്ന് പറയുമ്പോഴല്ലോ നമ്മളൊരു അവസ്ഥയിലിരിക്കുമ്പോ ആ സാധനം തന്നെ നിങ്ങൾ ചിന്തിച്ചു. അതെ, നിങ്ങൾക്ക് അത് മാത്രമല്ല, എന്റെ ഒരു വേറൊരു വീഡിയോ എനിക്ക് ഏറ്റവും നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഫോണിൽ കുറെ കോൾ വന്നിരുന്നു. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ട് ഫോൺ നോക്കുമ്പോ എന്റെ അനിയന്മാരെ വിളിച്ചിട്ട് ഫ്രണ്ട്സ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുന്ന പറയും. ഞാൻ നോക്കിയപ്പോ സാധാരണ പോലെ തന്നെയാണ്. ഞാൻ റീഫ്രഷ് ചെയ്ത് നോക്കിയപ്പോ കമലഹാസൻ ലൈക്ക് ഒരു 10 ആക്ടിംഗ് വർക്ക്ഷോപ്പിന്റെ എന്താ പറയാ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ സട്ടിലായിട്ട് ചെയ്താ അത് ഭയങ്കര ക്ലിക്കായി. അപ്പൊ അതുവഴി കുറെ ആൾക്കാർ അറിഞ്ഞു. പിന്നെ ഞാൻ അതിനനുസരിച്ചുള്ള കുറെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ സ്വന്തമായിട്ട് കുറെ സൈഫൈ പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ചുമ്മാ ഡയലോഗ്സിൽ ചെയ്യാൻ തുടങ്ങി. വേറെ ലെവൽ നല്ലൊരു ഡയറക്ടർ ആവാൻ കഴിവുണ്ട്. ഭാഗ്യം പോലെ ഇരിക്കും. അല്ല, ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യും. വരും. അതല്ലേ ഞാൻ പൊക്കി പറയുന്നത്. അതെ, ഞാൻ കുറച്ച് പൊക്കാൻ കേട്ടോ കുറച്ച് കഴിയുമ്പോൾ. ഇതേപോലെ ഈ ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കയറി പോകുന്ന ഒരു ഗ്രിപ്പിംഗ് സ്റ്റേജ് ഉണ്ടല്ലോ, ആ ഗ്രിപ്പിംഗ് സ്റ്റേജ് എപ്പോഴായിരുന്നു? അതിനുശേഷം ഒരു ഇൻസ്പിറേഷൻ വരുമല്ലോ നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്? എന്റെ ഫസ്റ്റ് കണ്ടന്റ് വരുന്നത് ഡാൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഈ യദുവിനെ പോലെ ഞാൻ ഓൺ വോയിസ് ക്രിയേഷൻസ് ഭയങ്കര കുറവാണ്. ഇപ്പൊ നമ്മുടെ പ്രൊമോഷൻ വർക്ക്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഓൺ വോയിസ് ചെയ്യാറുള്ളത്. ബാക്കിയൊക്കെ ഒന്നുകിൽ റീക്രിയേഷൻ വീഡിയോസ് ഇല്ലെങ്കിൽ ഡാൻസ് ആണ് എന്റെ കോണ്ടന്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം ഫസ്റ്റ് ഇതുപോലെ ഞാൻ പുറത്ത് പഠിക്കുന്ന സമയത്ത് അവിടെ മഞ്ഞിലുള്ള ഒരു ഡാൻസ് ആണ് എന്റെ ഫസ്റ്റ് മില്യൺ എന്നുള്ള രീതിയിൽ കയറി പോകുന്നത്. അതിന്റെ മുന്നേ ടിക്ടോക്ക് ഉണ്ടെങ്കിലും ഇൻസ്റ്റയിലേക്ക് വന്നപ്പോഴാണ് കുറച്ചും കൂടി ആൾക്കാർക്ക് കുറച്ചെങ്കിലും അറിയാൻ പറ്റുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്റെ ഡാൻസിന്റെ കണ്ടന്റ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ആയിട്ടുള്ളത്. അപ്പൊ അത് നിരന്തരമായി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പൊ ഡാൻസും അഭിനയൊക്കെ തുടരും. കുറച്ചുപേര് എന്തായാലും സിനിമയെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ കുറച്ചുപേര് സപ്പോർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ സിനിമ ഗ്രിപ്പ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അതെ, സിനിമയിലെ എല്ലാം ഇഷ്ടപ്പെടണമെന്നല്ല, അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലസ് പോയിന്റ്സ് കിട്ടുകയാണെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെയാണ്. അതെ, ഇത്രയും താഴെ പറയുന്നത് കൊണ്ട് എന്തോ ഉണ്ടാവും എന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം ഹൊറർ മൂവീസ് ഒക്കെ നമ്മൾ അല്ലാതെ കണ്ടിട്ട് ആ ഒരു ഫീല് കിട്ടില്ല. അപ്പൊ തിയേറ്ററിൽ തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ചെറുപ്പക്കാരാണ് നാളത്തെ സ്റ്റാറുകളാണ്, അത് വലിയ മറക്കരുത്. ഓക്കെ, താങ്ക് യു.